ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴയിൽ 2 മരണം. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. എടത്തുവയിലും ഉടുമ്പൻചോലയിലും മരം വീണ് വീട് തകർന്നു. പന്തളത്തും വ്യാപക നാശം. 26 വീടുകൾ ഭാഗികമായി തകർന്നു. പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു. ഇരവഴിഞ്ഞിപ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. രാമായണ മാസത്തിന് തുടക്കം. തിരൂർ തുഞ്ചൻ പറമ്പിലും വിപുലമായ ഒരുക്കം. ആചാരപ്പെരുമയിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട്. പങ്കെടുത്തത് 64 ആനകൾ. കാസർഗോഡ് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന്റെ നഗ്നതാ പ്രദർശനം. ദുരനുഭവം മാലോത്ത് സ്വദേശിനിക്ക്. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണം തുടങ്ങി. വൃത്തിയാക്കുന്നത് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം. തൊഴിലാളികൾ മാലിന്യം നീക്കുന്നത് യന്ത്രസഹായമില്ലാതെ. സകലമാന കേരളത്തിലേക്ക് വിശദമായി നോക്കാം. സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷം. പാലക്കാട് 2 പേരും കണ്ണൂരിൽ ഒരാളും മരിച്ചു. പാലക്കാട് വീട് തകർന്നു വീണാണ് അമ്മയുടെയും മകന്റെയും മരണം. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ മട്ടന്നൂർ കോളാരി കുംഭംമൂലയിൽ വെള്ളക്കെട്ടിൽ വീണ് വീട്ടമ്മ മരിച്ചു. കോളാരിയിലെ കുഞ്ഞാമിനെയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ആലപ്പുഴ എടത്തുവയിൽ ആഞ്ഞിലി മരം വീണ് വീട് തകർന്നു. തലവടി സ്വദേശി ബാലന്റെ വീടാണ് തകർന്നത്. ഇടുക്കി ഉടുമ്പൻചോല മണത്തോട്ടിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത്. ഷീറ്റ് തകർന്ന് ദേഹത്തേക്ക് പതിച്ച് സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിക്കും പരുക്കേറ്റു. ശക്തിയായിട്ടൊരു കാറ്റ് വന്ന് മരം വീണ് ഞാൻ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങളെ ഞാനും കൂടെ കിടക്കുന്നിടത്തായിരുന്നു. കേട്ട് ചാടി എഴുന്നേറ്റ് കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഓടുമായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ കല്ലും മണ്ണും ഒക്കെ വീണു. എന്നാലും എടുത്തോണ്ട് ഓടി. ഒന്നും പറ്റിയില്ല, ആപത്തിനൊന്നും പറ്റിയില്ല. ഇവിടെ ഒന്നും പറ്റാതെ എടുത്തടുത്ത മുറിയിലോട്ട് ഓടുമായിരുന്നു. മുറിയെല്ലാം പോയി കിടക്കുക. കോഴിക്കോട് കാരശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 2 വീടുകൾ അപകട ഭീഷണിയിലായി. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. 2 ഫീഡറുകൾ തകർന്നു. ആളപായമില്ല. കോഴിക്കോട് ഇരവഴിഞ്ഞിപ്പുഴയിൽ ഇന്നലെ രാത്രി 7 മണിയോടെ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിരുവമ്പാടി ആനക്കാംപോയിൽ ജലവൈദ്യുത പദ്ധതിയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും 10-ലധികം വൈദ്യുതി പോസ്റ്റുകളും നിലംപതിച്ചു. 26 വീടുകൾ ഭാഗികമായി തകർന്നു. കാസർഗോഡ് നിന്ന് KV ബൈജുവിന്റെ റിപ്പോർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഏതായാലും മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരപ്രദേശത്തുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ചീമേനിയിലെ ക്ലായിക്കോടും ഒപ്പം മൊഗ്രാലിലെ ചളിയങ്കോടും 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ആളപായമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ തോതിലുള്ള കാറ്റ്, ശക്തമായ കാറ്റാണ് ഇത് വീശിയടിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. മിക്ക ഇടങ്ങളിലും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയാണ്. മാത്രമല്ല പുഴകളിലെല്ലാം ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല ഈ മലയോര ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും അതിതീവ്ര മഴ സാധ്യതാ പ്രവചനം തന്നെയാണുള്ളത്.
ശക്തമായ കാറ്റാണ് വീശിയടിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ ഇത്തരത്തിൽ നിലംപൊത്തുന്ന സാഹചര്യമുണ്ടായി, ശക്തമായ കാറ്റിലും മരം വീണുമൊക്കെ. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ്. ഇന്നലെ മുതൽ വൈദ്യുതി ബന്ധം തകരാറായി, ഇതുവരെ ശരിയാക്കാൻ ആയിട്ടില്ല. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി, ഇന്ന് രാത്രിയോടുകൂടി ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് KSCB വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ദക്ഷിണ കന്നഡ മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ, നമുക്കറിയാം ഈ മംഗളൂരുവിലേക്കൊക്കെ ആശുപത്രിയിലും മറ്റുമായി നിരവധി പേർ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകൾ വളരെ ജാഗ്രത പുലർത്തണം. കാരണം ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പല റോഡുകളിലും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിലാണ് സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് നന്ദൂർ ജംഗ്ഷൻ, ഒപ്പം പമ്പൽ സർക്കിൾ, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വാഹന ഗതാഗതം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും വെള്ളം കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മംഗളൂരിലെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മംഗളൂരിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണ്. പക്ഷേ ഇതുവരെ ആരെയും ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. അത്യാവശ്യം ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ബന്ധു വീടുകളിലേക്കാണ് ആളുകൾ മാറി താമസിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നും അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് പ്രവചനം. ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണ് കാസർഗോഡ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരും ഒപ്പം ഇതേ സമാന സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലും ഉള്ളത്. കനത്ത മഴയിൽ ആലുവയിലും പെരിയാറിലും ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട് കാണാം. ഇന്നലെ മുതൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. എന്നിരുന്നാൽ പോലും ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴയുടെ തീവ്രത കൊണ്ടാണ് ഇപ്പോൾ പെരിയാറിൽ ഇങ്ങനെ ജലസമൃദ്ധമായി അല്ലെങ്കിൽ ഇത്രയും വലിയ ഒഴുക്ക് ഉണ്ടാകുന്നത്. ഈ ആലുവ ശിവക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ മൺസൂൺ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായാണ് അമ്പലത്തിന്റെ പരിസരത്ത് ഈ വർഷം ഉണ്ടായ മഴയിൽ ഒരുപക്ഷെ കൊച്ചി മുഴുവൻ മുങ്ങിയപ്പോൾ പോലും ഇവിടെ അമ്പലത്തിന്റെ പരിസരങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നില്ല. പക്ഷെ പെരിയാറിൽ ഇപ്പോൾ കുത്തൊഴുക്കാണ്. അത് ശരിക്കും എറണാകുളം ജില്ലയിൽ പെയ്ത മഴയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇടുക്കിയിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴയാണ് ഇപ്പോൾ പെരിയാറിലൂടെ ഈ ഒഴുകിയെത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒറ്റപ്പെട്ട അത്ര അതിതീവ്ര മഴ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കൊച്ചി പോയിട്ടില്ല. എങ്കിൽ പോലും പെയ്യുന്ന മഴ ഒരു 2-3 മിനിറ്റ് നിൽക്കുന്നുള്ളെങ്കിൽ പോലും വലിയ തീവ്രതയോടുകൂടി അല്ലെങ്കിൽ വലിയ വ്യാപ്തിയോടുകൂടി ഉള്ള തുള്ളികളാണ് വീഴുന്നത്. അതായത് ഓരോ മഴയ്ക്കും വലിയ തോതിലുള്ള ജലം പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ കൊച്ചി ആദ്യത്തെ വേനൽ മഴയിൽ മുങ്ങിപ്പോയതുപോലെയോ അല്ലെങ്കിൽ മൺസൂൺ കാലത്തെ മഴയിൽ ജനങ്ങൾക്കുണ്ടായ ദുരിതം പോലെ അത്ര തീവ്രമായ ഒരവസ്ഥയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തീരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഒഴുക്കിലും അല്ലെങ്കിൽ ഈ ഒരു ജല സമൃദ്ധിയിൽ ഇത്രയും നിബിഡമായി ജലം പോകുന്ന ഒരു സാഹചര്യത്തിലും പെരിയാറിന്റെ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും എങ്കിലും വ്യാപകമായി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമോ ഒന്നും ഇതുവരെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല. 2 ദിവസമായി 5 ജില്ലയിൽ അതിതീവ്രമായ മഴയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ്. പക്ഷെ ആ മുന്നറിയിപ്പ് അനുസരിച്ച് തന്നെയുള്ള തരത്തിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ കൊച്ചിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിതീവ്ര മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കോ അതല്ലെങ്കിൽ ആളുകൾക്ക് വലിയ നേരത്തെ പോലെ മുൻപുണ്ടായ സാഹചര്യങ്ങളിൽ പോലെ വലിയ മഴയിലേക്ക് വരുന്ന ഒരു അവസ്ഥയോ നിലവിൽ ഇല്ല. ഇടുക്കിയിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കളക്ടർ ഷീബ ജോർജ്. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം ജില്ലാ ആസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുന്നൊരുക്കത്തിന് അധികൃതർ നിർദ്ദേശം നൽകിയെന്നും കളക്ടർ പറഞ്ഞു. ഈ ചക്രവാക ചുഴിയുടെ ഫലമായിട്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതാണ്. അടുത്ത 5 ദിവസങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴ ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇതിന് മുന്നോടിയായിട്ട് എല്ലാ വകുപ്പുകളുടെയും യോഗങ്ങൾ ചേരുകയും എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായ രീതിയിൽ നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ റെഡ് അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകൾക്കും ഉള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസർമാരും അതാത് സ്റ്റേഷനിൽ തന്നെ ക്യാമ്പ് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും
ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ റൂം ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, പൈനാവ് കേന്ദ്രമാക്കി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ എത്രയും സൂക്ഷിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ ഒരു നിയന്ത്രണം ോടുകൂടി വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ നമ്മൾ ടൂറിസം കേന്ദ്രങ്ങൾ, അതുപോലെ മലയോര പ്രദേശങ്ങൾ, ഇതിലൊക്കെ ഉള്ള ഒരു നിയന്ത്രണവും ശ്രദ്ധയും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കണ്ണൂരിൽ പോലീസുകാരനെതിരെ ബ്ലാക്ക് മെയിലിംഗിന് പരാതി. കണ്ണൂർ കോട്ടയിലെ സുരക്ഷാ ഡ്യൂട്ടി പോലീസുകാരൻ പ്രവീഷിനെതിരെയാണ് പരാതി. മുഴുപ്പിലങ്ങാട് സ്വദേശിയായ പ്രവീഷ് ഇടതനുകൂല പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിക്കെതിരെയാണ് പരാതി. കോട്ടയിലെത്തുന്ന സുഹൃത്തുക്കളായ യുവാക്കളുടെ ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാനാണ് പണം ആവശ്യപ്പെട്ടത്. കണ്ണൂർ, കൊല്ലം സ്വദേശികളാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം തുടങ്ങി. കനത്ത മഴയിലായിരുന്നു ഇത്തവണ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. 64 ആനകളാണ് ഇത്തവണ ആനയൂട്ടിന്റെ ഭാഗമായത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. വടക്കുന്നാഥനിലെ ഇക്കുറിയിലെ ആനയൂട്ട് മഴയിൽ കുതിർന്നുകൊണ്ടായിരുന്നു. കനത്ത മഴയാണ് രാവിലെ മുതൽ ഇവിടെ ഈ ആനയൂട്ട് കഴിയും വരെ പെയ്തിരുന്നത്. രാവിലെ ആദ്യം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത ശേഷം വിശ്വാസികൾ, ആനപ്രേമികളൊക്കെ തന്നെ വടക്കുന്നാഥ സന്നിധിയിൽ ആനയൂട്ടിനായി കാത്തു നിൽക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടെയാണ് ആനയൂട്ടിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. ആ ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നമ്പൂതിരിയാണ് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചത്. ഗുരുവായൂർ ദിവസത്തിന്റെ ലക്ഷ്മി എന്ന പിടിയാനയ്ക്കാണ് ആദ്യ ഉരുള നൽകിയത്. ശരിക്കും രാമായണ മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം എന്നാണ് പറയുക. ആ മാസത്തിൽ ശരിക്കും ആനകൾക്ക് എല്ലാം ചികിത്സയുടെ കാലമാണ്. അപ്പോൾ ശരിക്കും വടക്കുന്നാലത്തെ ആനയൂട്ടിലെ ഇത് കഴിഞ്ഞ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആനകൾക്കും ചികിത്സാകാലമാണ്. ഇവിടുന്ന് മരുന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആനകൾക്ക് അസുഖങ്ങൾ വളരെ കുറവാണെന്നാണ് വിശ്വാസം. അത് കാരണം കണ്ണൂർ, തിരുവനന്തപുരത്ത് നിന്നുള്ള ആനകൾ വരെ വടക്കുന്നാലത്തെ ആനയൂട്ടിൽ നിന്ന് ഇവിടുത്തെ പ്രസാദവും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ വർഷം ആനകൾക്ക് വയറിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ ശരിക്കും അതേപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയങ്കര വിശ്വാസത്തിൽ ആനകളെല്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഇപ്രാവശ്യം 67ഓളം ആനകൾ പങ്കെടുക്കുന്നുണ്ട്. കാലങ്ങൾ 42ാമത്തെ വർഷമാണ് വടക്കുന്നാഥ സന്നിധിയിൽ ഈ കർക്കിടക മാസം 1-ാം തീയതി ആനയൂട്ട് നടക്കുന്നത്. അതിന് പിന്നിലെ ചരിത്രം, മുമ്പ് ഏഷ്യാഡിന് പോയ ആനകൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്ന നിലയിൽ ഗണപതിയെ പ്രീതിപ്പെടുത്തുവാൻ ആനയൂട്ട് തുടങ്ങുകയായിരുന്നു. 42 വർഷമായി ഇത് തുടരുന്ന ഒരു ആചാരമാണ്. മുൻപ് കോവിഡ് കാലത്ത് പോലും ഈ ഒരാനയ്ക്ക് വിഭവങ്ങൾ നൽകി ആനയൂട്ട് മുടങ്ങാതെ നിലനിർത്തി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാണെങ്കിലും മന്ത്രി K. രാജൻ അടക്കമുള്ള പ്രമുഖർ ആനയൂട്ടിൽ പങ്കെടുത്തു. ഇത്തവണ 64-ലേറെ ആനകളാണ് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. രാവിലത്തെ മഴ ഒരുപക്ഷെ പല വിധത്തിലുള്ളതിന്റെ താളക്രമം തെറ്റിക്കുമെന്ന പേടിയുണ്ടായിരുന്നെങ്കിലും ഒരു പ്രയാസവുമില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡും വടക്കുന്നാഥൻ ക്ഷേത്ര സേവാ സമിതിയും ഒക്കെ എല്ലാ വർഷത്തെയും നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഗാംഭീര്യത്തോടെ ഈ ചടങ്ങുകൾ നടത്താനായി. ആനയൂട്ട് ഒരു ചടങ്ങ് മാത്രമല്ല, കർക്കിടകം 1-ന് നടക്കുന്ന ഈ മഹത്തായ സംവിധാനം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ആനകളെ ശുശ്രൂഷിക്കാൻ, പ്രകൃതിയെ ശുശ്രൂഷിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളെ കുറിച്ചുകൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായി നടന്നു. 10 മണിയോടെ ആനയൂട്ട് ആരംഭിച്ചു. 64 ആനകളാണ് ഇത്തവണ ആനയൂട്ടിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരുന്നത്. മഴ നനഞ്ഞു നിൽക്കുന്ന ആനകൾ ആനപ്രേമികൾക്ക് വലിയ ആവേശം നൽകുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ മഴ കാഴ്ചക്കാരുടെ ഈ എത്തിച്ചേർന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. എന്താണെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ ആനയൂട്ട് പൂർവ്വ വർഷങ്ങളെക്കാൾ ഗംഭീരമായിട്ട് തന്നെ ഇത്തവണയും വടക്കുന്നാഥ സന്നിധിയിൽ നടത്തപ്പെട്ടു. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. രാമനാമ ജപവും രാമായണശീലികളും നിറയുന്ന രാമായണ മാസത്തിന് തുടക്കമാകുമ്പോൾ ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മഭൂമിയായ തിരൂർ തുഞ്ചൻ പറമ്പും ഒരുങ്ങിക്കഴിഞ്ഞു. രാമായണ പാരായണം, മലയാള സാഹിത്യ ലോകത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന രാമായണം അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണങ്ങൾ തുടങ്ങി പോയ തവണത്തേക്കാൾ അതിഗംഭീരമായാണ് തുഞ്ചൻ പറമ്പ് രാമായണ മാസം ആചരിക്കുന്നത്. അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. മറ്റൊരു കർക്കിടക മാസം കൂടി തുടങ്ങുകയാണ് രാമായണ മാസം. കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ഈ രാമായണ മാസത്തിലെ ചടങ്ങുകൾ തിരൂർ തുഞ്ചൻ പറമ്പിലെയാണ്. നമുക്കറിയാം, ഭാഷാപിതാവിൻ്റെ മണ്ണിലാണ് ഞാനിപ്പോഴുള്ളത്, തിരൂർ തുഞ്ചൻ പറമ്പിൽ. ഇത്തവണയും പോയ വർഷത്തേക്കാൾ ഗംഭീരമായിട്ടാണ് രാമായണ മാസം ഇവിടെ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷാപിതാവിൻ്റെ ഒട്ടേറെ സ്മാരകങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഇവിടെ എത്തി രാമായണ പാരായണം നടത്തി ഈ ഒരു സന്ദർശനം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചും ഭാഷാസ്നേഹികളെ സംബന്ധിച്ചും ഏറെ
പാവനമായ ഒന്നാണ്. നമ്മോടൊപ്പം സ്മാരക ട്രസ്റ്റിൻ്റെ സൂപ്രണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ ചേരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമായിട്ടായിരിക്കും ഇല്ലേ ഇത്തവണ? അതെ, ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി തന്നെയാണ് കാര്യങ്ങൾ MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും രാമായണ പാരായണം ഉണ്ടായിരിക്കും. അതുകൂടാതെ 10 പ്രഭാഷണങ്ങൾ, രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള 10 പ്രഭാഷണങ്ങൾ പ്രമുഖരായ എഴുത്തുകാരും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന പ്രഭാഷണം ഉണ്ടായിരിക്കും. അത് ഇന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അതുകൂടാതെ അദ്ദേഹത്തെ കൂടാതെ C രാധാകൃഷ്ണൻ, ശത്രുഘ്നൻ, അതേപോലെ MN കാരശ്ശേരി, KS വെങ്കടാചലം, ഡോക്ടർ ഉഷ, ഡോക്ടർ രജനി സുബോധ്, TT വാസുദേവൻ, ഡോക്ടർ RVM ദിവാകരൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കൂടി പ്രഭാഷണത്തിൽ 10 ദിവസങ്ങളിലായിട്ട് പ്രഭാഷണങ്ങൾ പങ്കുകൊള്ളും. തുടർച്ചയായിട്ടാണോ? തുടർച്ചയായിട്ടല്ല, വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് പ്രഭാഷണമുള്ളത്. ഓഗസ്റ്റ് 10-ന് ഇവിടെ ഒരു രാമായണ പ്രശ്നോത്തരി നടക്കും. അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്ന, കഴിഞ്ഞ വർഷമൊക്കെ വലിയ തോതിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ വലിയ തോതിൽ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഒരു രാമായണ പ്രശ്നോത്തരി ഓഗസ്റ്റ് 10-ന് നടക്കും. 11-ന് സമ്പൂർണ്ണ രാമായണ പാരായണം ഉണ്ടാവും. ഒരു ദിവസം മുഴുവനും ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള ട്രസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തുഞ്ചൻ പറമ്പ് 2 തരത്തിലാണ്. ഏറ്റവും ഒന്ന് രാമായണ മാസത്തിലെ പ്രത്യേകിച്ചുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പര, 2 നമുക്ക് വിദ്യാരംഭ ചടങ്ങുകൾ, അതെന്നും ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എഴുത്തച്ഛൻ്റെ എഴുത്താണിയും മറ്റും കളരിയുടെ മുമ്പിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടി ഒന്ന് പ്രേക്ഷകർക്കായിട്ട് പങ്കുവെച്ചു. ഇതിൻ്റെ പ്രത്യേകതകൾ പൊതുവെ മലയാളികൾക്ക് മുഴുവനായിട്ട് അറിയുന്നതാണ്. എഴുത്തച്ഛൻ കുട്ടികളെ വിദ്യാഭ്യസിപ്പിച്ചിരുന്ന കേന്ദ്രമായിട്ടാണ് ഇത് കേന്ദ്രമായിട്ട് കരുതപ്പെടുന്നു. ഈ കാഞ്ഞിരത്തിന് സവിശേഷതകളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഭാഷാസ്നേഹികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരിടം, ഭാഷാസ്നേഹികൾ നിരന്തരമായി സന്ദർശിക്കുന്ന ഒരു പുണ്യസ്ഥലം തന്നെയാണിത്. ഈ എഴുത്താണിയൊക്കെ ഇവിടെ തന്നെയാണ് അല്ലേ? എഴുത്താണി ഇവിടുത്തെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത് നമ്മളെ തുഞ്ചൻ ഉത്സവത്തിൻ്റെ സമയത്ത് എഴുത്താണി എഴുന്നള്ളിക്കുന്ന അപൂർവ ചടങ്ങുള്ള, അതായത് അക്ഷരത്തെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് അക്ഷരം എഴുതുന്ന എഴുത്താണി എഴുന്നള്ളിക്കുക എന്നുള്ളത്. അത്തരം മനോഹരമായ ചടങ്ങുള്ള ഭാഷയുടെ ഉത്സവം കൂടിയാണ് ഇവിടുത്തെ ഉത്സവം. ആചാര്യൻ്റേതെന്ന് കരുതുന്ന ഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവിടെ എഴുത്തിനിരുത്താനുള്ള പാരമ്പര്യ എഴുത്താശാന്മാരുടെ മണ്ഡപം തോന്നുന്നു. മണ്ഡപം, നമ്മളുടെ കൃഷ്ണശിലാ മണ്ഡപം ഇരിക്കുന്നത് അവിടെയാണ്. അതുകൂടാതെ സരസ്വതി മണ്ഡപം, കിളിമകൾ, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കുളം, അതേപോലെ തന്നെ നല്ല ഭാഷയുടെ പരിണാമ ദിശകളെ സൂചിപ്പിക്കുന്ന, ഭാഷാസ്നേഹികൾക്ക് പഠനത്തിനും അതേപോലെ മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്ന ഒരു മ്യൂസിയം അടക്കം എല്ലാം ഉണ്ട്. ഈ രാമായണത്തിൻ്റെ തന്നെ പല വകഭേദങ്ങളുണ്ട് അല്ലേ? ആധ്യാത്മരാമായണത്തിന് പുറമെ അതിൻ്റെ എല്ലാം ഓരോ ഈ പ്രഭാഷണങ്ങളിലും മറ്റ് ചർച്ചകളിലൊക്കെ അതെല്ലാം പരാമർശിക്കുന്ന തരത്തിലായിരിക്കുമല്ലേ ഈ വർഷം? രാമായണത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ ഈ വർഷം രാമായണം എന്നുള്ളത് നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ അതിൻ്റെ എല്ലാ തലത്തിലും അതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചും വിവിധ മേഖലകളെക്കുറിച്ചും അത് കടന്നുപോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പ്രഭാഷകർ ഇത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കമ്പരാമായണത്തിൻ്റെ ആസ്വാദനം എന്നിട്ട് ഒരു ദിവസം അങ്ങനെ KS വെങ്കടാചലത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ട്. അതായത് നമ്മൾ രാമായണം എന്നുള്ള രാമായണം എന്നുള്ള എഴുത്തച്ഛൻ്റെ രാമായണത്തെ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് അത് മനോഹരമായി എത്തിക്കാൻ കഴിയുക, അത് കൂടുതൽ മനസ്സിലാക്കിക്കുക, അതിൻ്റെ ഊർജം ആളുകൾക്കുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഭാഷണങ്ങളിലേക്ക് ഉദ്ദേശം. ഈ ഒരു മാസം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം, ഒപ്പം എഴുത്തച്ഛൻ്റെ സ്മാരകങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോവുകയും ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം വിവർത്തനം ചെയ്തു എന്ന് മാത്രമല്ല, ഈ അധ്യാത്മരാമായണത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതിനോടൊപ്പം തന്നെ മലയാള ഭാഷയെ നാം എങ്ങനെ ഹൃദയത്തിലേക്ക് എടുക്കണം എന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് ആളുകളിത് വിനിയോഗിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ്, ഭാഷാ സ്നേഹികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് എത്താം. പക്ഷേ ഈ ഒരു രാമായണ മാസത്തിലെത്തുകയാണെങ്കിൽ രാമായണത്തിൽ ആസ്വദിക്കാം, അതിൻ്റെ വിവിധ വിവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആസ്പദമായുള്ള പ്രഭാഷണങ്ങൾ ശ്രവിക്കാം. അത്തരത്തിൽ പല കാര്യങ്ങളും ഈ ഒരു മാസം ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്താണെങ്കിലും തിരൂർ തുഞ്ചൻ പറമ്പ് രാമായണ മാസത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
കാസർഗോഡ് ബസ് യാത്രക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. പാലോത്ത് സ്വദേശിനിയായ യുവതി മകളുമായി യാത്ര ചെയ്യുന്നതിനിടെയാണ് ദുരനുഭവമുണ്ടായത്. യുവതി തന്നെയാണ് മൊബൈലിൽ ദൃശ്യം പകർത്തിയത്. കെ വി ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ കാഞ്ഞങ്ങാട് നിന്നും പാലക്കുന്നിലേക്കുള്ള സ്വകാര്യ ബസ് യാത്രക്കിടെയാണ് യുവതിക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത്. തൊട്ട് എതിർവശത്തിരുന്ന ആളാണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. യുവതി തന്റെ മകൾക്കൊപ്പമായിരുന്നു യാത്ര ചെയ്തിരുന്നത്. യുവതി തന്നെയാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചതും. കാഞ്ഞങ്ങാട് നിന്നും ബേക്കൽ നിന്നും ഇടയിലാണ് സംഭവം. ഇയാള് എനിക്ക് മോക്ക് നേരെ നഗ്നതാ പ്രദർശനം കാണിച്ചു. അന്നേരം ഞാൻ വീഡിയോ പിടിച്ച് പെട്ടെന്ന് കണ്ടക്ടർ ഏറ്റവും പുറകിലായതുകൊണ്ട് അയാളോട് പറയാൻ സാഹചര്യം കിട്ടിയില്ല. ഏതായാലും ഈ ദൃശ്യം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ മുഖം വ്യക്തമാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ആളാണോ ഇയാളെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഇത്തരം കേസുകളിൽ പിടിയിലാകുന്നവർ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പുറത്തിറങ്ങുന്നു എന്നതാണ്. നിയമം അത്രത്തോളം ദുർബലമാണ്, ഈ വകുപ്പുകൾ അത്രത്തോളം ദുർബലമാണ്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇത്തരം ആളുകൾ പുറത്തിറങ്ങുന്നു എന്ന് തന്നെയാണ് ഇത്തരം കേസുകൾ വീണ്ടും വർദ്ധിക്കാൻ കാരണം. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ യുവതി പാലക്കുന്നിലെ ഒരു ഹോം നേഴ്സാണ്. യുവതി മാലോത്ത് സ്വദേശിയാണ്. യുവതി തന്റെ മകൾക്കൊപ്പമായിരുന്നു ഈ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തത്. കണ്ടക്ടറോട് ഈ വിവരം അറിയിച്ചിരുന്നെങ്കിലും ഇയാൾ ഈ ദൃശ്യം ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ബേക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ബേക്കൽ പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം അരിക്കോട് 30 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി 8 പേർ അറസ്റ്റിൽ. ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരം മലപ്പുറത്ത് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ കേസാണിത്. യൂസുഫ് അലി, ഇസ്മായിൽ സലാഹുദ്ദീൻ, ഫാഹിദ്, ഫൈസൽ, മുഹമ്മദ് ഷാക്കീർ, സൽമാനുൽ ഫാരിസ്, ജാബിർ എന്നിവരാണ് പിടിയിലായത്. 30 ലക്ഷത്തോളം രൂപ നോട്ട് എണ്ണുന്ന യന്ത്രം, 5 കാൽക്കുലേറ്റർ, 6 ബൈക്കുകൾ, പേപ്പർ മുറിക്കുന്ന യന്ത്രം, 14 മൊബൈൽ ഫോണുകൾ, പണം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങൾ, പണം കൈമാറാനുള്ള ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ തുടങ്ങിയവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച യുവാവിനെ വിട്ടയച്ചു. ചെറുവറ്റ സ്വദേശി അർഷാദിനെ വയനാട്ടിലാണ് ഇറക്കിവിട്ടത്. ലക്കിടിയിലെ റിസോർട്ടിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നതെന്നാണ് സൂചന. അർഷാദിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ 6 പേർ കസ്റ്റഡിയിലായി. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഡിവൈഎസ്പി അറിയിച്ചു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന മാതാപിതാക്കളുടെ കണക്കുകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഈയൊരു കാലത്തും ആശ്വാസം പകരുന്നൊരു കാഴ്ചയുണ്ട് ആലുവയിൽ. ഓർമ്മയും കാഴ്ചയും നഷ്ടപ്പെട്ട 78-കാരിയായ അമ്മയെ പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ മകൻ. മുന്നിലെ ഇരുട്ടിലും തന്റെ മകൻ കൈയകലത്തു തന്നെയുണ്ടെന്ന വിശ്വാസമാണ് തങ്കമണി അമ്മയ്ക്ക്. അമ്മയുടെ ഈ വിശ്വാസം മകൻ സുരേഷ് ഒരിക്കലും തെറ്റിക്കാറുമില്ല. എവിടെ പോയാലും ഓടിപ്പാഞ്ഞ് അമ്മയുടെ അടുത്തേക്കെത്തും. വീട് മുഴുവൻ അമ്മയുടെ ചിത്രങ്ങളാണ്. ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാനാകാത്തതിനാൽ പലപ്പോഴും വീട്ടിൽ തന്നെ അമ്മയ്ക്ക് കൂട്ട്. അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ പലരും ഉപദേശിച്ചു. പിന്നെ അമ്മേനെ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് താല്പര്യമില്ല. എല്ലാവരും പറഞ്ഞ അമ്മേനെ അനാഥത്ത് കൊണ്ടാക്കാനാണ് പറയുന്നത്. പക്ഷെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് തെറ്റായ നടപടിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും മക്കളെ കൊണ്ട് അനാഥത്ത് കൊണ്ടാക്കില്ല. പക്ഷെ നമ്മൾ മക്കൾ കൊണ്ട് അനാഥത്ത് കൊണ്ടാക്കും. അത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനകത്ത് കൊണ്ടായ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത കാരണം മനസ്സിലെന്നാലും ഓർമ്മ വരും. മക്കളുണ്ടല്ലോ, ഞാൻ നോക്കിയില്ലോ എന്നുള്ള ചിന്ത അമ്മയ്ക്ക് ഉണ്ടാവില്ലേ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല, എന്നെ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കിയാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാക്കുമ്പോൾ അമ്മ ചിന്തിക്കും, അയ്യോ എനിക്ക് മക്കളുണ്ടായിട്ട് എന്നെ നോക്കിയില്ലോ എന്ന്. 10 വർഷം മുൻപാണ് അമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ഏതാനും വർഷം മുൻപ് പിതാവ് മരിച്ചു.
വിവാഹം കഴിച്ചയച്ച സഹോദരിമാരെ അമ്മയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്ന് അവിവാഹിതനായ സുരേഷ് പറയുന്നു. ശ്രീമൂലനഗരത്തെ വീട് പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങി. ബാങ്ക് വായ്പയെടുത്താണ് വീണ്ടും പണിതത്. തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. അമ്മയുടെ ചികിത്സയും ജീവിത ചെലവുമെല്ലാം പ്രതിസന്ധിയായി മുന്നിലുണ്ട്. എങ്കിലും എല്ലാറ്റിനും അപ്പുറമാണ് അയാൾക്ക് അമ്മയോടുള്ള സ്നേഹം. ഇല്ല, ഞാൻ പോകൂല. ക്യാമറമാൻ മനോജ് ജ്ഞാനാട്ടിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഈ അമ്മയും മകനെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ടിലോ ജിപേ നമ്പറിലോ നിങ്ങൾക്ക് സഹായം എത്തിക്കാം. തിരുവനന്തപുരം വർക്കല ടൂറിസം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നുകളിലൂടെ തീരത്തേക്കും ഒഴുകിയെത്തുകയാണ്. വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികളും സഞ്ചാരികളും കടുത്ത ദുരിതത്തിലാണ്. തിരുവനന്തപുരം വർക്കല കുരൈക്കണ്ണി കുറ്റിക്കാട് നിന്നും പാപനാശം കുന്നിലേക്കുള്ള റോഡിലാണ് മഴ പെയ്താൽ ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന വെള്ളക്കെട്ടുള്ളത്. ടൂറിസം മേഖലയായതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നിൽ നിന്നും നേരിട്ട് തീരത്തേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ശക്തിയായി കുന്നിന്റെ അടിഭാഗത്തേക്ക് തുടർച്ചയായി വീഴുന്നത് കുന്നിടിച്ചിലിനും കാരണമാകുന്നു. പാപനാശം കുന്നിന്റെ വടക്ക് ഭാഗത്തെ റിസോർട്ടുകളിലേക്കുൾപ്പെടെ 100-ലേറെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ഈ ഭാഗത്തെ ഏക പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. നിരവധി വീട്ടുകാരും ഈ കോൺക്രീറ്റ് റോഡാണ് ഉപയോഗിക്കുന്നത്. മലിനജലം കെട്ടിനിൽക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് മൊത്തവും വെള്ളമാണ്. ഞങ്ങൾക്ക് നടന്ന് പോകാൻ പറ്റില്ല. ഞങ്ങളെ കാലും പെറും അത്രയും ചൊറിയാണ്. റെയിലാപ്പീസ് തൊട്ട് ചന്തമുക്കുന്നും മൊത്തം വെള്ളം വന്ന് തേരോളം ഉള്ള ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഊറ്റ് പൊട്ടി ഒരു ഓട വഴി വന്ന് തിരുവാമ്പാണ്ടിയിലേക്ക് പോകാനുള്ള ഓട അവർ തിരിച്ചിങ്ങോട്ട് വെച്ചിരിക്കുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ള അത്രയും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ വീറമുക്കിൽ വരുമ്പോഴത്തേക്ക് വെള്ളം കാരണം വണ്ടിക്കാർ കൊണ്ടുവരില്ല. എല്ലാ റൂമും കെട്ടിടങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഈ വെള്ളം വരുമ്പോഴും. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിക്കാനും ഒക്കില്ല. പ്രദേശത്തെ നീരുറവകളിലെ വെള്ളവും റോഡിലേക്കാണ് എത്തുന്നത്. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം റോഡിന്റെ മിക്ക ഭാഗങ്ങളും തകർന്നു. പ്രദേശവാസികളും സ്ഥാപന ഉടമകളും നിരവധി തവണ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടികൾ ഉണ്ടായില്ല എന്നാണ് ആരോപണം. കുറ്റിക്കാട് ബ്യൂറോ മുക്കിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് ഓടകൾ നിർമ്മിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടാൽ വെള്ളക്കെട്ടിനും കുന്നിടിച്ചിലിനും പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 വർക്കല. വനിതാ SIക്ക് SP വക ഇമ്പോസിഷൻ. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് വനിതാ SIയെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചത്. രാവിലെ നടക്കുന്ന പതിവ് സാറ്റ റിപ്പോർട്ടിങ്ങിനിടെ SP ചോദിച്ച ചോദ്യത്തിന് SI മറുപടി നൽകിയില്ല. പുതിയ ക്രിമിനൽ നിയമവ്യവസ്ഥയെക്കുറിച്ചും ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിനെ തുടർന്നാണ് നടപടി. തുടർന്നാണ് ഇമ്പോസിഷൻ എഴുതി മെയിൽ അയക്കാൻ നിർദ്ദേശം നൽകിയത്. SI ഉടൻ ഇമ്പോസിഷൻ എഴുതി അയക്കുകയും ചെയ്തു. ഇനി സ്വർണം വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6740 രൂപ, പവൻ 53,920 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5630 രൂപ, പവൻ 45,040 രൂപ. വെള്ളി ഗ്രാമിന് 98, കിലോ 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.